വെൽക്കം ടു ജാസ് ഫുഡ് ബുക്ക്. നമുക്ക് ഇഡ്ഡലി എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ പച്ചരി എടുത്തേക്കുന്നത് സാധാരണ നമ്മൾ ഇഡ്ഡലിക്കും ദോശക്കൊക്കെ എടുക്കുന്ന സാധാരണ നീളമുള്ള പച്ചരിയാണ് എടുത്തേക്കുന്നത്. 150 ml കപ്പിൽ 2 കപ്പ് പച്ചരി എടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് കഴുകിയതിന് ശേഷം നമുക്കിതൊന്ന് 4 മണിക്കൂറൊന്ന് കുതിരാൻ വേണ്ടിയിട്ട് വെക്കാം. ഇനി വേണ്ടത് ഉഴുന്ന്. ഞാനിവിടെ 1/2 കപ്പ് മുഴുവനോടുള്ള ഉഴുന്നെടുത്തിട്ടുണ്ട്. ഇതേപോലെ മുഴുവനോടുള്ള ഉഴുന്നെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ മുഴുവനോടുള്ള ഉഴുന്നില്ല, പൊളിപ്പായിട്ടുള്ള ഉഴുന്നാണുള്ളതെങ്കിൽ 1/2 കപ്പിൻ്റെ കൂടെ ഒരു 2-3 ടേബിൾ സ്പൂണും കൂടിയിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഉഴുന്ന് വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. ഉഴുന്നിൻ്റെ ഒപ്പം തന്നെ ഒരു 1/2 ടീസ്പൂൺ ഉലുവയും കൂടി ഇട്ട് കൊടുക്കുക. ഇനി ഇത് രണ്ടും കൂടി നന്നായിട്ട് കഴുകിയതിന് ശേഷം ഇതും ഒരു 4 മണിക്കൂർ കുതിരാൻ വേണ്ടിയിട്ട് വെക്കാം. ഉഴുന്ന് നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ഉഴുന്നൊന്ന് വെള്ളത്തിലിട്ട് വെക്കണം. ഞാൻ കറക്റ്റ് 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഈ ഉഴുന്നൊന്ന് കുതിരാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട്. ഇനി വെള്ളത്തിൻ്റെ അളവ് പറയാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മൾ 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഇപ്പോൾ ഈ 1/2 കപ്പ് ഉഴുന്നിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ച് കുതിരാൻ വേണ്ടി വെച്ചിട്ടുണ്ടെങ്കിൽ ഉഴുന്ന് നന്നായിട്ട് കുതിർന്ന് വരുമ്പോൾ കറക്റ്റ് 1/2 കപ്പ് വെള്ളം കിട്ടും. ആ 1/2 കപ്പ് വെള്ളത്തിലാണ് ഞാൻ ഈ ഉഴുന്ന് അരച്ചെടുക്കുന്നത്. അങ്ങനെ നമ്മൾ ആ ഉഴുന്ന് വെള്ളത്തിലിട്ട ആ വെള്ളം കൊണ്ട് ഉഴുന്ന് അരച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇഡ്ഡലി നന്നായിട്ട് പൊന്തി വരും. അതേപോലെ തന്നെ നല്ല സോഫ്റ്റും ഉണ്ടാവും. പിന്നെ 4 മണിക്കൂറിൽ കൂടുതൽ ഉഴുന്ന് വെള്ളത്തിലിടണ്ട കേട്ടോ. പിന്നെ സ്മെല്ല് വ്യത്യാസം വരും. സ്മെല്ല് വ്യത്യാസം വന്ന വെള്ളം പിന്നെ എടുക്കേണ്ട ആവശ്യമില്ല. വേറെ വെള്ളം ഒഴിച്ച് ഇത് അടിച്ചെടുത്താൽ മതി. പിന്നെ അരി 5 മണിക്കൂറിൽ കൂടുതലിട്ടാലും കുഴപ്പമൊന്നുമില്ല. ഈ ഉഴുന്നിൻ്റെ വെള്ളം എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ രണ്ടും വേറെ വേറെ കുതിരാൻ വേണ്ടിയിട്ട് വെച്ചത്. ഉഴുന്നിൻ്റെ വെള്ളം എടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് രണ്ടും കൂടി ഒരുമിച്ചിട്ട് വെള്ളത്തിലിട്ട് വെച്ചാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഉഴുന്നും അരിയൊക്കെ വെള്ളത്തിലിട്ടിട്ട് ഒരു 4 മണിക്കൂറായിട്ടുണ്ട്. ഇത് നമുക്ക് ഈ ഉഴുന്നിൽ നിന്ന് വെള്ളമൊന്ന് നോക്കാം. കറക്റ്റ് 1/2 കപ്പ് വെള്ളമുണ്ട് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നില്ലേ 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇപ്പോൾ കുതിർന്ന് വന്നപ്പോൾ കറക്റ്റ് 1/2 കപ്പ് വെള്ളം കിട്ടിയിട്ടുണ്ട്. ഇനി ഈ വെള്ളം വെച്ചിട്ട് നമുക്ക് ഉഴുന്നൊന്ന് അടിച്ചെടുക്കാം. ഉഴുന്നൊന്ന് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഉഴുന്ന് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അരി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്കൊരു 4 ടേബിൾ സ്പൂൺ ചോറ് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ മൊത്തത്തിൽ 2 കപ്പ് വെള്ളം ഇട്ടാം. കാരണം നമ്മൾ ആദ്യം 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ടാണ് ഉഴുന്നടിച്ചെടുത്തത്. പിന്നെ അരി അരക്കാനായിട്ട് 1/2 കപ്പ് വെള്ളം. മൊത്തത്തിൽ 2 കപ്പ് വെള്ളം നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. അരി നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഒരു മിനിറ്റ് ഒന്ന് നന്നായിട്ട് കൈ കൊണ്ട് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് കറക്റ്റ് ഒരു 14 മണിക്കൂർ ഇതൊന്ന് ഈ മാവൊന്ന് പൊന്താൻ വേണ്ടിയിട്ട് വെക്കാം. നമ്മുടെ കാലാവസ്ഥക്ക് അനുസരിച്ചിട്ട് ചിലപ്പോൾ നേരത്തോടെ മാവ് പൊന്തൂട്ടാം. ഇപ്പോൾ ഇനി ഞാൻ കറക്റ്റ് 14 മണിക്കൂർ വെക്കലുണ്ട്. അപ്പോൾ നമുക്ക് 14 മണിക്കൂറിന് ശേഷം നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ ഇഡ്ഡലി മാവ് നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. ഞാൻ കറക്റ്റ് 14 മണിക്കൂർ വെച്ചിട്ടാണ്. നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ചൂടുള്ള സമയത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ 14 മണിക്കൂർ വെക്കേണ്ടി വരില്ല കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് പൊന്തി കിട്ടും. ഇഡ്ഡലി ചെമ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൽ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് തിളച്ച് വരുമ്പോൾ നമുക്ക്
ഇഡ്ഡലിത്തട്ട് വെച്ച് കൊടുക്കുക. അതിലേക്ക് കുറച്ച് ഓയിലൊന്ന് തടയതിന് ശേഷം വെച്ച് കൊടുക്കാം. നമുക്ക് ഓരോ തവി മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഇഡ്ഡലി പാത്രത്തിന് മൂടി വെച്ച് കൊടുത്തിട്ട് ഇഡ്ഡലി വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ഇഡ്ഡലി റെഡി ആയിട്ടുണ്ട്. ഞാനൊരു 5 മിനിറ്റോളം ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ആവി വർത്തിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട് ഇഡ്ഡലി. ഇത് ചൂടാറിയതിന് ശേഷം നമുക്കിതൊന്ന് എടുക്കാം. ഗ്യാസ് ഓഫ് ചെയ്യുക. ഇനി ഓരോ മാവും ഇതേപോലെ തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ ഇഡ്ഡലി റെഡി ആയിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ ഉഴുന്ന് വെള്ളത്തിലിട്ട് ആ വെള്ളം കൊണ്ട് നമ്മൾ ഉഴുന്ന് അരച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ നന്നായിട്ട് ഇഡ്ഡലി പൊന്തി വരും, നല്ല സോഫ്റ്റ് ഉണ്ടാവും. അപ്പോൾ നമ്മുടെ ഇഡ്ഡലി റെഡി ആയിട്ടുണ്ട്. ഞാൻ ഈ പറഞ്ഞ അളവിൽ കറക്റ്റ് 24 അല്ലെങ്കിൽ 25 ഇഡ്ഡലി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല സോഫ്റ്റായിട്ടുള്ള ഇഡ്ഡലി തന്നെയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. അടുത്ത വീഡിയോ ഇട്ട് വരുന്നവരെ ഓക്കെ, ബൈ, സി യു.